രണ്ട് മന്ത്രിസ്ഥാനം സന്തോഷത്തിലാണ്. പ്രതീക്ഷിച്ചു എന്നൊന്നും പറഞ്ഞില്ല. വലിയ സന്തോഷമുണ്ട്. കേരളത്തിന്റെ വികസനത്തിൽ കുറെ കാര്യം ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മളോട് പറയുന്നത്. ഇവിടെ ഞാനിപ്പോഴുള്ളത് വി മുരളീധരന്റെ വീട്ടിന് മുന്നിലാണ്. ഇവിടെ നമ്മളെ അകത്തേക്ക് കയറ്റുന്നില്ല. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചർച്ചയിലാണ്. ഒരു കൂടിക്കാഴ്ച പൂർത്തിയായിട്ടുണ്ട്. ജോർജ് കുര്യൻ, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, വി രാജേഷ്, എസ് സുരേഷ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് ജോർജ് കുര്യനും മറ്റു നേതാക്കളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരിപ്പോൾ മാധ്യമങ്ങളെ കാണുന്നില്ല എന്നാണ് അറിയിച്ചത്. വൈകിട്ട് 6 മണിയോടുകൂടി ഇവിടെ നിന്ന് വി മുരളീധരന്റെ വീട്ടിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് പോകും. രാഷ്ട്രപതി ഭവനിൽ ഒരുമിച്ചാണ് കേരള നേതാക്കൾ ഒരുമിച്ചാണ് പോവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതാ ഇപ്പോഴും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഇവിടേക്ക് പുറത്തേക്ക് വരികയും ഒപ്പം തന്നെ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. വി രാജേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വി മുരളീധരന്റെ വീട്ടിൽ നിന്ന് ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വി രാജേഷ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കൊരു പ്രതികരണം തേടാം അദ്ദേഹത്തിന്റെ. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്. നമുക്കൊരു പ്രതികരണത്തിന് ശ്രമിക്കാം. വി രാജേഷ് അദ്ദേഹം കുറച്ചധികം നേരമായി ഇവിടെ വി മുരളീധരനുമായി സംസാരിക്കുന്നുണ്ട്. വലിയ സന്തോഷമായില്ലേ? പ്രതികരണത്തിനുള്ള മൂഡിലല്ല തോന്നുന്നു രാജേഷ്. എന്താണ് വി മുരളീധരൻ മന്ത്രിസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണോ? അതറിയില്ല. അനൂപ്, ഈ അടുത്ത പുനഃസംഘടനയിൽ, മന്ത്രിസഭാ പുനഃസംഘടനയിൽ കേരളം കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്കറിയാം ഇത്തവണയാണ് ഒരു MP ഉണ്ടായത്. അതിന് മുൻപ് MP ഇല്ലാതെ തന്നെ 2 മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. പുനഃസംഘടനയിൽ കൂടുതൽ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ ഡൽഹിക്ക് വിളിപ്പിച്ചു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഇന്നലെ അതുപോലെ ഇന്ന് രാവിലെയൊക്കെ കാര്യമായി ഉണ്ടായിരുന്നതാണ്. ശോഭാ സുരേന്ദ്രൻ ഒരു പരിഗണന ഉണ്ടാവും. പക്ഷെ അത് കേന്ദ്ര മന്ത്രിസഭയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തുന്ന ഒരു പരിഗണന ആവുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇത് നോക്കിയാൽ തന്നെ കാണാം. ഒരു മന്ത്രി വരുന്നത് കേരളത്തിൽ ആദ്യമായി ഒരു ലോക്സഭയിലേക്ക് ഒരു MP വിജയിക്കുന്നു. ആദ്യമായിട്ടൊരാൾ വിജയിക്കുകയാണ്. സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നു. സുരേഷ് ഗോപിയെ മന്ത്രിയാക്കുന്നു. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഇത്തവണത്തെ ഈ തിരഞ്ഞെടുപ്പിൽ കാര്യമായ വോട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് BJPക്ക് ലഭിച്ചു എന്ന വിലയിരുത്തൽ അവർക്കുണ്ട്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിഗണന ക്രിസ്ത്യൻ വിഭാഗത്തിന് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ജോർജ് കുര്യനെ പരിഗണിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ തെക്കൻ ഭാഗത്തൊക്കെ വലിയ വോട്ട് ശതമാനം ഈഴവ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചു എന്ന വിലയിരുത്തൽ BJPക്കുണ്ട്. അപ്പോൾ ഈഴവ വിഭാഗത്തിൽ പെടുന്ന ഒരാളെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന BJP നേതൃത്വത്തിന് ഒരു ആഗ്രഹമുണ്ട്. അത് എങ്ങനെ പരിഗണിക്കപ്പെടും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുനഃസംഘടനയുടെ സമയത്ത് മാത്രമേ ഇനി കേരളത്തിന് കൂടുതൽ പരിഗണന ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഈ 2 മന്ത്രിമാർ അവരുടെ പെർഫോമൻസ്, അവരെങ്ങനെ കേരളത്തിന് വേണ്ടി ഇടപെടുന്നു, അത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു, ഇനി മറ്റേതെങ്കിലും ആളുകളെ പരിഗണിച്ചാൽ എങ്ങനെ അത് കേരളത്തിൽ സ്വീകരിക്കപ്പെടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ സുരേഷ് ഗോപിയുടെ വിജയം ഒരു തുടക്കമാക്കി കാണുന്നു. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് BJPക്കുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകാൻ ഏതൊക്കെ നിലയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറേയൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണല്ലോ. വളരെ കൃത്യമായി അതെങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വോട്ടുകൾ പെട്ടിയിലേക്ക് വീഴുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് സഹായിക്കാവുന്ന പേരുകൾ പരിഗണിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഇടപെടൽ ഒക്കെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട യോഗം, ആ യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ ഒന്നാം നിര BJP നേതാക്കളും പങ്കെടുത്തു. ആ കൂടിക്കാഴ്ച പൂർത്തിയായി. ഇനിയിപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഈ നേതാക്കളെല്ലാം ഒരുമിച്ചാണ് രാഷ്ട്രപതി ഭവനിലേക്ക് സത്യപ്രതിജ്ഞ. ഏതെങ്കിലും പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടില്ല. പൊതുവായൊരു പ്രതികരണം, സന്തോഷമുണ്ട് കേരളത്തിന് പരിഗണന കിട്ടി എന്നൊരു പ്രതികരണത്തിന് അപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കേണ്ടില്ല.